പ്രണയത്തിൽ എരിയുന്നവരാണ് ജീവിതത്തിലും എരിയുക. അവർ ജീവിതത്തിൽ ഒന്നായിരിക്കും. വിശുദ്ധ യവാക്യമും അന്നയും അങ്ങനെയായിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ വാതിലുകൾ തുറന്നവരാണ് അവർ. എന്നെ തിരയുന്നവരും ഞാൻ തിരയുന്നവരെയും കണ്ടുമുട്ടുന്ന ഇടമാണല്ലോ നമ്മുടെ മാതാപിതാക്കന്മാർ. അതിരാവിലെ ത്രേസ്യാമ്മ ചേച്ചിയും തോമസ് ചേട്ടനും തമ്മിൽ നല്ല രസത്തിലാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. അപ്പോൾ അവരുടെ മിഴികൾ ഇങ്ങനെ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ നിറയുന്നത്? നമ്മൾ എന്തിനാണ് ഇങ്ങനെ കലഹിക്കുന്നത്? ഈ മിഴികൾ പോലെയല്ലേ നമ്മുടെ മാതാപിതാക്കന്മാർ? നമുക്കായി മിഴികൾ ഒഴുക്കുന്നവരും ജീവിതം ഒരുക്കി തീർക്കുന്നവരാണവർ. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ജീവിത ചരിത്രത്തിൽ തൻ്റെ മുത്തശ്ശിയെക്കുറിച്ച് അതിമനോഹരമായി പറഞ്ഞിട്ടുണ്ട്. പാപ്പ ഇങ്ങനെ പറയുന്നു: അനുകമ്പയും പരിചരണവും ജ്ഞാനവും പകർന്നുകൊണ്ട് അവർ സുവിശേഷത്തെയാണ് പകർന്നിരിക്കുന്നത്. നിരന്തരമായ പ്രോത്സാഹനത്തിൻ്റെയും പിന്തുണയിലൂടെയുമാണ് നമ്മൾ ജീവിതത്തിൽ നടന്നു നീങ്ങുന്നത്. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ റോൾ മോഡൽ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ വറ്റ് മാറ്റുവാൻ തൻ്റെ മാതൃകുമ്പയിൽ നിന്നും നുകർന്നു നൽകുന്ന തൻ്റെ ആദ്യത്തെ വറ്റ് സ്വീകരിക്കുന്നതാണ്. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷം, അല്ലെങ്കിൽ ദ ബെസ്റ്റ് ആർട്ടിസ്റ്റിക് മൂമെന്റ്. അപ്പോഴും നാം ഓർക്കുന്ന ഒരു പേരുണ്ട്, അച്ഛൻ എന്ന പേര്. അച്ഛൻ എന്ന വ്യക്തി സ്നേഹത്തിൻ്റെ തണൽ മരമാണ്. ഒരിക്കൽ സ്നേഹത്തിൻ്റെ താഴ്വരയിൽ വിടർന്ന വസന്തകാലത്തിൻ്റെയും മഴമേഘങ്ങൾ ഒഴുകി നടക്കുന്ന ആകാശത്ത് ചിറകടിക്കുന്ന നൃത്തശലഭങ്ങളായിരുന്നു അവർ. കുന്നിൻ ചെരുവിലെ തണൽ മരങ്ങളിൽ കാറ്റിൻ്റെ കൈകൾ കുസൃതി കാട്ടിയപ്പോൾ ഒരു സ്വപ്ന ചിറകിൽ പറന്ന് ഉയർന്നവരാണ് നമ്മുടെ അപ്പനമ്മമാർ.